Hi all, welcome to I+. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2025 PSC കണ്ടക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിസിറ്റി വർക്കറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് ഓപ്ഷൻ എ വൈദ്യുത മോട്ടോർ, ഓപ്ഷൻ ബി വൈദ്യുത ഹീറ്റ്, ഓപ്ഷൻ സി വൈദ്യുത സെൽ ആൻഡ് ഓപ്ഷൻ ഡി വൈദ്യുത ജനറേറ്റർ. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓപ്ഷൻ എ എന്താണ്? ഇലക്ട്രിക് മോട്ടോർ ആണ് അല്ലെ. ഇലക്ട്രിക് മോട്ടോർ ആണ് ഓപ്ഷൻ എ. അപ്പൊ ഇലക്ട്രിക് മോട്ടോറിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജി എന്ത് എനർജി ആയിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു അല്ലെ. ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജിയാണ് അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ, എന്താണ് സെക്കൻഡ് ഓപ്ഷൻ? ഇലക്ട്രിക് ഹീറ്റർ അല്ലെ. ഇലക്ട്രിക് ഹീറ്ററിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? എന്ത് എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയാണ് അല്ലെ. അപ്പം ഇലക്ട്രിക്കൽ എനർജി ടു എന്ത് എനർജി ആയിട്ടാണ് അത് മാറുന്നത്? ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത് അല്ലെ. ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജിയാണ് അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് സെല്ലാണ് അല്ലെ. ഇലക്ട്രിക് സെല്ലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എങ്ങനെയാണ്? ഇലക്ട്രിക് സെല്ലില് കെമിക്കൽ എനർജി അല്ലെ. കെമിക്കൽ എനർജി എന്ത് എനർജി ആയിട്ട് മാറുന്നു? കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ് അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് ഓപ്ഷൻ ഡി ഇലക്ട്രിക് ജനറേറ്റർ അല്ലെ. ഓപ്ഷൻ ഡി ആയിട്ട് വരുന്നത് ഇലക്ട്രിക് ജനറേറ്റർ ആണ്. എന്താണ് കൺവേർഷൻ? ഇലക്ട്രിക് ജനറേറ്ററിൽ മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. മെക്കാനിക്കൽ എനർജി ടു എന്ത് എനർജിയാണ്? ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി അല്ലെ. അപ്പം ഇത് 4 എണ്ണമാണ് നമ്മുടെ 4 ഓപ്ഷൻസിൽ നടക്കുന്ന എനർജി കൺവേർഷൻസ് എന്ന് പറയുന്നത് അല്ലെ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനം അഥവാ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? അപ്പം ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് വൈദ്യുത സെൽ എന്നുള്ളതാണ് അല്ലെ. വൈദ്യുത സെൽ ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നമുക്കറിയാം ഇലക്ട്രിക് സെല്ലിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് അല്ലെ. ഇലക്ട്രിക് സെല്ലിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഈ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഇലക്ട്രിക് സെൽ അഥവാ വൈദ്യുത സെൽ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, AC ജനറേറ്ററിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജനറേറ്റർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണ തത്വം അനുസരിച്ചിട്ട് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് മാറ്റുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ജനറേറ്റർ എന്ന് പറയും. മനസ്സിലായോ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ജനറേറ്റർ എന്ന് പറയുന്നത്. ജനറേറ്റർ 2 തരമുണ്ട്. ഏതൊക്കെയാണ്? AC ജനറേറ്ററും ഉണ്ട്, DC ജനറേറ്ററും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? AC ജനറേറ്ററിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന, AC ജനറേറ്റർ ദിശ മാറുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, AC ജനറേറ്റർ ദിശ മാറുന്ന വൈദ്യുതി
ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് കറക്റ്റ് ഓപ്ഷൻ ആണ്. കാരണം പേരിൽ തന്നെ ഉണ്ട് അല്ലെ, എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ളത് അല്ലെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ളത്. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? എ സി ജനറേറ്റർ ദിശ മാറാത്ത വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അത് തെറ്റാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്, പക്ഷെ രണ്ടാമത്തെ ഓപ്ഷനോ? രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. കാര്യം അത് ഡി സി ജനറേറ്ററിന്റെ പ്രത്യേകതയാണ്. അത് ഡി സി ജനറേറ്ററിന്റെ പ്രത്യേകതയാണ് ദിശ മാറാത്ത വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, ഡയറക്റ്റ് കറണ്ട്. അവിടെയും പേരിൽ തന്നെ ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റോങ് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ സി, എ സി ജനറേറ്ററിന്റെ ആർമേച്ചർ ടെർമിനലുമായി വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങളാണ് സ്ലിപ്പ് റിംഗ്സ് എന്ന് പറയുന്നത്. നമ്മൾ എ സി ജനറേറ്ററിന്റെ പാർട്സ് പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യമാണിത്. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ഓപ്ഷൻ ആണ്. അതെന്ന് പറയുന്നത് കറക്റ്റ് ഓപ്ഷൻ ആണ്. എ സി ജനറേറ്ററിന്റെ ആർമേച്ചർ ടെർമിനലുമായി വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സ്ലിപ്പ് റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് 1, 3 ഇവിടെ ശരിയായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ നമുക്ക് മനസ്സിലാവും സ്ലിപ്പ് റിംഗ്സ് ഒക്കെ നമ്മൾ എ സി ജനറേറ്ററിന്റെ പാർട്സ് പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും എന്തെന്ന് പറയുന്നത് സ്ലിപ്പ് റിങ്ങുകൾ എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ ഈ ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് അതിനെ എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് കൊടുക്കുന്ന സംവിധാനമാണ് ഈ സ്ലിപ്പ് റിങ്ങും ബ്രഷും ഒക്കെ തന്നെ. മനസ്സിലായോ? ഇവിടെ ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിനെ ബാഹ്യതമ സർക്യൂട്ടിലോട്ട്, എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് കൊടുക്കുന്ന സംവിധാനമാണ് ഒരു എ സി ജനറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം സ്ലിപ്പ് റിങ്, ബ്രഷ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എ സി ജനറേറ്റർ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ, ജലവൈദ്യുത നിലയത്തിൽ നടക്കുന്ന ഊർജ മാറ്റം. ഓപ്ഷൻ എ, വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ഓപ്ഷൻ ബി, യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഓപ്ഷൻ സി, വൈദ്യുതോർജം താപോർജമായി മാറുന്നു. ഓപ്ഷൻ ഡി, താപോർജം വൈദ്യുതോർജമായി മാറുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം മെയിൻ ആയിട്ട് ജലവൈദ്യുത നിലയം അല്ലെ. ഓക്കെ, ജലവൈദ്യുത നിലയത്തില് എന്താണ് മെയിൻ ആയിട്ട് നടക്കുന്ന ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതെന്ന് അറിയാമോ? മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്ത് എനർജി ആയിട്ട് മാറുമെന്നറിയാമോ? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. പക്ഷെ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതായത് ഈ ഉയർന്ന അണക്കെട്ടുകളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് എന്ത് എനർജി ഉണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലെ. ഉയർന്ന അണക്കെട്ടുകളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോശം ഉണ്ട് അല്ലെ. ഈ വെള്ളം താഴോട്ട് ഒഴുകുമ്പോൾ അത് എന്ത് എനർജി ആയിട്ട് മാറും? അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും അല്ലെ. അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പൊ ഈ ജലപ്രവാഹം ടർബൈനുകളെ കറക്കും. അപ്പൊ ഈ ജലപ്രവാഹം ടർബൈനുകളെ കറക്കുമ്പോൾ അത് എന്ത് എനർജി ആയിട്ട് മാറും? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും അല്ലെ. അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ഈ ടർബൈനുകളുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ജനറേറ്ററുകൾ കറങ്ങുമ്പോൾ ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്ത് എനർജി ആയിട്ട് മാറും? ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പം ആദ്യം തൊട്ടൊന്നുകൂടെ പറയാം. നമ്മൾ ഉയർന്ന അണക്കെട്ടുകളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജമുണ്ട്. ഈ വെള്ളം താഴോട്ട് ഒഴുകാൻ തുടങ്ങുമ്പം ആ സ്ഥിതികോർജം ഗതികോർജമായിട്ട് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഓക്കെ, ഈ കൈനറ്റിക് എനർജി ആയിട്ട് മാറും അല്ലെ. ഈ ഒഴുകി വരുന്ന വെള്ളം ടർബൈനുകളെ കറക്കുമ്പോൾ അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ടർബൈനുകളുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ജനറേറ്റർ കറങ്ങുമ്പോൾ അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന അവിടെ എന്താണ്? മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി എന്നുള്ളതാണ്. മെക്കാനിക്കൽ എനർജി എന്താണ് മലയാളം? യാന്ത്രികോർജം. മെക്കാനിക്കൽ എനർജി ടു
ഇലക്ട്രിക്കൽ എനർജി എന്നുള്ളതാണ് അവിടെ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള എന്തെന്ന് പറയുന്നത് എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായോ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അല്ലെങ്കിൽ ജലവൈദ്യുത നിലയം അവിടെ നടക്കുന്ന മെയിൻ ഊർജ്ജമാറ്റം, പ്രധാനമായിട്ടുള്ള ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നതാണ്. മനസ്സിലായല്ലോ? എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തിയതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ബാക്കി ഓപ്ഷൻസ് കൂടെ വായിച്ചു നോക്കണം. നമ്മൾ എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. നെക്സ്റ്റ്, കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണെന്ന് അറിയാമോ? കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി നമുക്ക് ലഭിക്കുന്നത് സോളാർ പാനലിൽ നിന്നാണ്. ഓക്കെ, ഓപ്ഷൻ എ സോളാർ പാനൽ, ഓപ്ഷൻ ബി ഡീസൽ, ഓപ്ഷൻ സി പെട്രോൾ ആൻഡ് ഓപ്ഷൻ ഡി കൽക്കരി. 4 ഓപ്ഷൻസ് ആയിരുന്നു ഉള്ളത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സോളാർ പാനൽ എന്നുള്ളതാണ്. സോളാർ പാനൽ അതായത് സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു, അല്ലെ? സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സോളാർ പാനലിനെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ വൈദ്യുതി ലഭിക്കുന്നതിനായിട്ട് ആശ്രയിക്കുന്നത്. മനസ്സിലായോ? സോളാർ പാനലിലുള്ള ഫോട്ടോ വോൾട്ടായിക് സെല്ല് സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സോളാർ പാനലിൽ നിന്നാണ്. ബാക്കിയുള്ളതെല്ലാം ഇന്ധനങ്ങളാണ്, അല്ലെ? ഡീസൽ, പെട്രോൾ, കൽക്കരിയൊക്കെ ഇന്ധനങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഇന്ധനങ്ങൾ കത്തുന്നതിന് എന്ത് ആവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്, അല്ലെ? ബഹിരാകാശത്ത് ഉള്ള ഓക്സിജന്റെ അഭാവവും അല്ലെങ്കിൽ ഇന്ധനങ്ങളിൽ കയറ്റുമതി ചെയ്യുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടൊക്കെ കാരണം ഇത് കൂടുതലായിട്ട് നമ്മുടെ കൃത്രിമ ഉപഗ്രഹങ്ങള് ഇന്ധനങ്ങളെ വൈദ്യുതി ലഭിക്കുന്നതിനായിട്ട് ആശ്രയിക്കാറില്ല. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സോളാർ പാനലിൽ നിന്നാണ് കേട്ടോ. സോളാർ പാനൽ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ എങ്ങനെ ആൻസർ വന്നെന്നുള്ളത്? നെക്സ്റ്റ്, ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി എന്ന് പറയുന്നത് എത്ര ഹെർട്സ് ആണെന്ന് അറിയാമോ? 25 ആണോ, 100 ആണോ, 60 ആണോ, അത് 50 ആണോ? ഇതാണ് 4 ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഏതാണ് ആൻസർ? 50 ഹെർട്സ് ആണ്. ഓപ്ഷൻ ബി 50 ഹെർട്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തിയാണ് 50 ഹെർട്സ് എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ട് വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണെന്നുള്ളത്. എത്രയാണെന്ന് അറിയാമോ? 230 വോൾട്ട് ആണ്. 230 വോൾട്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും കുറെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ട് വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ വോൾട്ടത എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി എത്രയെന്ന് ചോദിച്ചാൽ അത് 50 ഹെർട്സുമാണ്. മനസ്സിലായല്ലോ? ഈ 2 ക്വസ്റ്റ്യൻസും ഓർത്തു വെച്ചേക്കുക. 2 കാര്യങ്ങളും ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ആംപിയർ ആണോ, വോൾട്ട് ആണോ, ഫാരഡ് ആണോ, അതോ കൂളോം ആണോ? നമുക്കറിയാം ആംപിയർ, അല്ലെ? ആംപിയർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് അല്ലേ ആംപിയർ? അപ്പം ഓപ്ഷൻ എ ആംപിയർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക് കറണ്ട്, അല്ലെ? ആംപിയർ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ്. ഇലക്ട്രിക് കറണ്ട്, അല്ലെ? ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ബി വോൾട്ട്. വോൾട്ട് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? വോൾട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ആണ് വോൾട്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ്, സിംപ്ലി വോൾട്ടേജ് എന്ന് പറയാം. വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ് വോൾട്ട് എന്ന് പറയുന്നത്, അല്ലെ? നെക്സ്റ്റ് ഫാരഡ് എന്തിന്റെ യൂണിറ്റ് ആണ്? ഫാരഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ്, അല്ലെ?
കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ് അല്ലെ. കപ്പാസിറ്റൻസ്. നെക്സ്റ്റ് കൂളംബ് അല്ലെ. കൂളംബ് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? കൂളംബ് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ്. ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളംബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. സോ ആംപിയർ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ്. വോൾട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ്. ഫാരഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ്. കൂളംബ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ്. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളംബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് 4 കാര്യങ്ങളും ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ആംപിയർ എന്നുള്ളതാണ് അല്ലെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് അഥവാ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആംപിയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആംപിയർ. നെക്സ്റ്റ്, വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ് ആൻഡ് ഓപ്ഷൻ ബി ഐസക് ന്യൂട്ടൺ, ഓപ്ഷൻ സി അലക്സാൻഡ്രോ വോൾട്ട ആൻഡ് ഓപ്ഷൻ ഡി ജോസഫ് പ്രീസ്ലി. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ആരാണ് വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചത്? ആരാണ് കണ്ടുപിടിച്ചിരുന്നത്? അലക്സാൻഡ്രോ വോൾട്ടയാണ് വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചത് അല്ലെ. വോൾട്ടൈക് സെൽ അല്ലെ. കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാൻഡ്രോ വോൾട്ടയാണ്. മനസ്സിലായോ? അത് ഓർത്തിരിക്കേണ്ട ഒരു ഫാക്ട് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എക്സ്പ്ലനേഷനും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അതിന്റെ ഓപ്ഷൻസ് കാണുമ്പോഴും നന്നായിട്ട് ഓപ്ഷൻസ് അനലൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ ആണ് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. അതിന് ഓപ്ഷൻസ് നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക. ഓരോ ഓപ്ഷനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. എന്നിട്ട് വേണം നമ്മൾ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എന്ന് പറയുന്നത് മലയാളമായിരുന്നു. ചിലപ്പോൾ ഇനി വരുന്ന എക്സാമിന് ഇംഗ്ലീഷ് ആവാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടി മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.